അശ്വിൻ, എവിടെയൊക്കെയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ യാത്രക്കാരും സമരാനുകൂലികളും ഒക്കെ തമ്മിലുള്ള ഒരു വാഗ്വാദമൊക്കെ ഉണ്ടായത്? അത് തലസ്ഥാനത്ത് രാവിലെ 7 മണി മുതൽ വിവിധയിടങ്ങളിൽ സമരക്കാർ റോഡ് ഉപരോധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ദേശീയപാത ഏതാണ്ട് 4 മണിക്കൂറോളമാണ് അവർ തടഞ്ഞിട്ടിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ പരീക്ഷ എഴുതാൻ പോയവരും അതുപോലെ തന്നെ വിവിധ ചടങ്ങുകളിലേക്ക് മരണാനന്തര ചടങ്ങുകളിലേക്ക് അടക്കം പോയ ആളുകൾ വലിയ തോതിൽ യാത്രാക്ലേശം അനുഭവപ്പെട്ട് റോഡിൽ ഗതാഗത തടസ്സത്തെ തുടർന്ന് അവിടെ നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോഴുള്ളത് പാളയത്താണ്. പാളയത്ത് നമുക്ക് കാണാൻ കഴിയും നിലവിലിപ്പോൾ പ്രൈവറ്റ് ബസ്സുകളൊന്നും തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടില്ല. അതേസമയം തന്നെ KSRTC ബസ്സുകൾ സാധാരണ പോലെ സർവീസ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായി തന്നെ ഈ KSRTC ബസ്സുകൾ തടയുന്ന സംഭവം നമ്മൾ കണ്ടതാണ്. നെടുമങ്ങാട് ഡിപ്പോയിൽ ഇത്തരത്തിൽ KSRTC ബസ്സുകൾ തടഞ്ഞു. കാട്ടാക്കടയിലും ഈ KSRTC ബസ്സുകളെ തടഞ്ഞു. തമ്പാനൂരിൽ ഏതാണ്ട് 4 മണിക്കൂറോളമാണ് KSRTC ബസ്സുകളെ തടഞ്ഞിട്ടിരുന്നത്. അതുപോലെ തന്നെ ഈ കണിയാപുരത്തടക്കം ഇത്തരത്തിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞിരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടെ 4 മണിക്കൂറോളമാണ് വാഹനങ്ങൾ തടഞ്ഞിട്ടിരുന്നത്. നെടുമങ്ങാടും ഈ ആറ്റിങ്ങലും ഇത്തരത്തിൽ ഈ KSRTC ബസ്സുകളെ വ്യാപകമായി തന്നെ തടഞ്ഞിട്ടിരുന്നു. പലയിടത്തും ട്രിപ്പുകൾ മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KSRTC കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നതാണ് KSRTC സർവീസുകൾ നടത്തും എന്നുള്ള കാര്യം അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ രാവിലെ പതിവ് പോലെ തന്നെ KSRTC ബസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതി യാത്ര തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ പലയിടത്തും ഈ സമരാനുകൂലികൾ വലിയ തരത്തിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടിരുന്നത് പ്രശ്നങ്ങൾ ഇടയാക്കി. മാത്രമല്ല കനത്ത ചൂടായതുകൊണ്ട് തന്നെ സമീപത്തെ കടകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ യാത്രക്കാർക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള സൗകര്യമോ ഉണ്ടായിരുന്നില്ല. മണിക്കൂറുകൾ ഇത്തരത്തിൽ ദേശീയപാതയിൽ കനത്ത ചൂടിൽ അവർക്ക് കിടക്കേണ്ടി വന്നിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് NIT എൻട്രൻസ് എക്സാം നടക്കുന്ന തീയതി കൂടിയാണെന്ന്. അതുകൊണ്ട് തന്നെ ആ എക്സാമിന് വേണ്ടി പോയിരുന്ന പല കുട്ടികളും മണിക്കൂറുകളോളമാണ് വാഹനം തടസ്സപ്പെട്ട റോട്ടിൽ കിടന്നിരുന്നത്. 10 മണിക്കാണ് ഈ പലയിടങ്ങളിലും വാഹനങ്ങൾ വിടാൻ ഈ സമരാനുകൂലികൾ തയ്യാറായത്. അതുവരെ ഈ വാഹനങ്ങൾ മുഴുവൻ മണിക്കൂറുകൾ ഗതാഗത തടസ്സപ്പെട്ട് റോഡിൽ തന്നെ കിടന്നു എന്നുള്ളതാണ്. 9 മണിയോട് എക്സാം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ സമരത്തിൽ ഇളവ് നൽകേണ്ടതാണ്, ആനുകൂല്യം നൽകേണ്ടതാണ്. കാരണം നമ്മളൊരു പ്രതിഷേധം നടത്തുമ്പോൾ, ഒരു അനീതിക്കെതിരായ ഒരു പ്രതിഷേധം നടത്തുമ്പോൾ സ്വാഭാവികമായും മറ്റൊരു അനീതി അതിന്റെ പാരലായി ഉണ്ടാകരുത് എന്നൊരു ബോധ്യം സമരക്കാർക്ക് വേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് എക്സാം എഴുതാൻ കഴിയാതെ പോകുന്ന നഷ്ടം അത് വീട്ടിക്കൊടുക്കാൻ ആർക്കും സാധിക്കില്ല എന്നൊരു ബോധ്യമൊക്കെ വേണ്ടതാണ്. പ്രവീൺ പുരുഷോത്തമൻ കൂടി പത്തനംതിട്ടയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രവീൺ, അടൂരിലടക്കം ബസ്സുകൾ തടയുകയും സ്വകാര്യ വാഹനങ്ങൾ തടയുകയും ഒക്കെ ചെയ്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ജില്ലയിലെ പൊതു സാഹചര്യം ഹർത്താലിൽ? മാധു, പത്തനംതിട്ട അടൂരിൽ KSRTC സ്റ്റാൻഡിന് മുന്നിൽ ഇപ്പോഴും സമരം തുടരുകയാണ് സമരക്കാർ. അവർ ഒരു KSRTC ബസ് പോലും സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. ഈ കാണുന്നത്, തൊട്ട് പുറകിൽ കാണുന്നത് MC റോഡാണ്, പ്രധാനപ്പെട്ട പാതയാണ്. ദീർഘദൂര സർവീസുകളൊക്കെ ഇവിടെ വരുമ്പോൾ സമരക്കാർ തടയുന്നുണ്ട്. ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെല്ലാം ഇന്ന് രാവിലെ തന്നെ സമരക്കാർ എത്തി അത് പൂട്ടിച്ചു. ഒരു ചെറിയ കടകൾ പോലും അടൂർ നഗരത്തിൽ പ്രവർത്തിക്കുന്നില്ല. പത്തനംതിട്ട നഗരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്, KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. തിരുവല്ലയിലും രാവിലെ സമരക്കാർ വാഹനങ്ങൾ തടഞ്ഞു, KSRTC ബസ്സുകൾ തടഞ്ഞു, സ്വകാര്യ വാഹനങ്ങളും തിരുവല്ലയിൽ തടഞ്ഞു. അടൂരിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടന്നത്. ഇതര സംസ്ഥാനത്ത് നിന്നും വന്ന മലയാളികളായിട്ടുള്ള ആളുകൾ അടൂരിൽ വന്നിറങ്ങിയപ്പോൾ കുടുംബങ്ങൾ അവർക്ക് വാഹനമില്ലാതെ ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. വലിയ പ്രതിഷേധവും ആ യാത്രക്കാർ നടത്തുകയുണ്ടായി. ഇപ്പോഴും വലിയ പോലീസ് സുരക്ഷ അടൂർ നഗരത്തിലുണ്ട്. അല്പസമയം മുമ്പ് ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. KSRTC ബസ് അത് തടഞ്ഞ പ്രവർത്തകരെ പോലീസ് ബലമായി പിടിച്ച് മാറ്റുകയായിരുന്നു. അതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കവും മുണ്ടും തള്ളുമുണ്ടായി. ഇപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ സമരക്കാർ ഇപ്പോൾ അടൂർ KSRTC സ്റ്റാൻഡിന്റെ കവാടത്തിൽ പ്രധാനപ്പെട്ട പാതയിൽ പ്രതിഷേധം നടത്തുകയാണ്. പത്തനംതിട്ട മാത്രമല്ല, തിരുവനന്തപുരം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, പാലക്കാട് ജില്ലകളിലൊക്കെ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. പോലീസ് ചിലയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കോട്ടയം മുണ്ടക്കയത്ത് ഹർത്താൽ അനുകൂലികൾ KSRTC ബസ്സുകളും മറ്റു സ്വകാര്യ വാഹനങ്ങളും ടൗണിൽ കയറുന്നത് തടഞ്ഞുകൊണ്ട് പ്രതിഷേധം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഓട്ടോറിക്ഷകളോ സ്വകാര്യ ബസ്സുകളോ ഓടുന്നില്ല ഈ ദിവസം. അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ, പണമിടപാട് സ്ഥാപനങ്ങളടക്കം തുറന്ന് പ്രവർത്തിച്ചത് നിർബന്ധപൂർവ്വം അടപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലും വലിയ പ്രതിഷേധമുണ്ടായി എന്ന റിപ്പോർട്ടുകളുണ്ട്. കണ്ണൂർ പഴയങ്ങാടിയിലും ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞു. കണ്ണൂരിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നത് നമ്മളോടൊപ്പം ചേരുകയാണ്. അഭിജിത്ത്, മറ്റെവിടെയൊക്കെയാണ് ഈ വാഹനങ്ങൾ തടയുന്നതും കടകൾ അടപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് കണ്ണൂരിൽ?
മാധു, കണ്ണൂർ നഗരത്തിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. വലിയ രീതിയിൽ ഹർത്താൽ ജനങ്ങളെ ബാധിച്ചിട്ടില്ല. രാവിലെ ഏതാണ്ട് 8 മണി സമയത്താണ് കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷനിൽ വെച്ച് അവിടെ വാഹനങ്ങൾ സമരാനുകൂലികൾ തടഞ്ഞത്. ആദ്യം ഒരു KSRTC ബസ് തടയുകയായിരുന്നു. പിന്നീട് അവിടെ ഏറെ നേരം ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നാലെ പോലീസ് എത്തുകയും ഈ സമരാനുകൂലികളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. പക്ഷേ മറ്റെവിടെയും ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ പയ്യന്നൂരിൽ അവിടെ സമരാനുകൂലികൾ കടകൾ അടപ്പിക്കുന്നുണ്ടായിരുന്നു. നിരവധി കടകളാണ് സമരാനുകൂലികൾ ചെല്ലുകയും തുറന്ന കടകൾ ബലം പ്രയോഗിച്ച് അടപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് അവിടെ നിന്ന് പ്രതിഷേധക്കാർ പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പഴയങ്ങാടിയിൽ അവിടെയും വാഹനങ്ങൾ തടയുന്ന ഒരു നിലയുണ്ടായിരുന്നു. പക്ഷേ അക്രമ സംഭവങ്ങളിലേക്കൊന്നും നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും കണ്ണൂർ നഗരത്തിൽ എവിടെയും നടക്കുന്നില്ല. എന്നാൽ പ്രാദേശികമായി ചില റൂട്ടുകളിൽ ബസ്സുകളൊക്കെ തന്നെ സ്വകാര്യ ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു ഹർത്താലിന്റെ സാഹചര്യം പരിഗണിച്ചാണ് ചില ബസ്സുകളെങ്കിലും സർവീസ് നടത്താത്തത്. അതേസമയം തന്നെ കടകളൊക്കെ തന്നെ പൂർണ്ണമായും നിലവിൽ ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം ചില പ്രതിഷേധ പരിപാടികളൊക്കെ ഈ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊരു അക്രമ സംഭവങ്ങളിലേക്ക് കലാശിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. നിലവിൽ ആ രീതിയിലുള്ള ഒരു അക്രമ സംഭവങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ഏറെ നേരം ഈ കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷനിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് എത്തിയാണ് ഈ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കണ്ണൂരിലാണ് ഈ സംഭവം നടന്നതെന്ന് നമുക്കറിയാം. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ വെച്ചാണ് നിതിൻ രാജിന്റെ ആത്മഹത്യ ഉണ്ടാകുന്നതും പിന്നീട് ഈ രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങളിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുള്ളത്. നിലവിലിപ്പോൾ നമ്മളുള്ളത് ഈ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുൻവശത്താണ്. ഇവിടെ അല്പസമയത്തിനകം തന്നെ നാഷണൽ ജനതാദളിന്റെ ഒരു പ്രതിഷേധം വരുന്നുണ്ട്. അതായത് ഈ നിതിൻ രാജിന്റെ മരണത്തിൽ അതിൽ പ്രതികളായവരെ അറസ്റ്റ് ചെയ്യുക. അതായത് ഡോക്ടർ MK റാം ഒന്നാം പ്രതിയാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക, അദ്ദേഹത്തെ പിടികൂടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കണ്ണൂരിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിലെ ദുരൂഹത നീക്കുക, ഉത്തരവാദിത്തങ്ങളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ ഹർത്താലിൽ ഒരുങ്ങിയിരിക്കുന്നത്. അവശ്യ സേവനങ്ങളും വെടിക്കെട്ട് പ്രദേശങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ വിദ്യാർത്ഥികളുടെ എൻട്രൻസ് എക്സാം അടക്കമുള്ള കാര്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കപ്പെടുന്നു എന്നത് ഒരു വലിയ വാർത്തയാണ്. KSRTC ബസ്സിന് മുന്നിൽ ഇരുന്നു കൊണ്ടുള്ള പ്രതിഷേധം സ്വാഭാവികമാണ്. ഒരു ഹർത്താൽ പ്രഖ്യാപിക്കപ്പെട്ടാൽ ഹർത്താൽ അനുകൂലികൾ ഗതാഗത സംവിധാനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുക തന്നെ ചെയ്യും. പക്ഷേ ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പൊതുവാഹന സൗകര്യങ്ങളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ മറ്റെന്താണ് ചെയ്യുക എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. കുടുംബത്തിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ നൽകുക, കോളേജിന് അംഗീകാരം റദ്ദാക്കുക, വിദ്യാലയങ്ങളിലെ ജാതി വിവേചനം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഇപ്പോൾ വെമുല ആക്ടൊക്കെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഈ ദിവസങ്ങളിൽ ഉയർന്നു വന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്.